നിങ്ങളൊരു മില്ലനിലാണ്, അപ്പം സ്വാഭാവികമായിട്ടും മീഡിയയൊക്കെ എങ്ങനെ കാണുന്നത്? സോഷ്യൽ മീഡിയ, ഞങ്ങളുടെ മീഡിയ, പൊതുവിൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നാൽ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്ത് പറയണം എന്ത് പറയണം തീരുമാനിക്കാനുള്ള ഫുൾ റൈറ്റ് നിങ്ങൾക്കുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself. അങ്ങനെ പറയരുത്. If someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm feeling, or I don't have to say no. It's like Django, നീ അറിഞ്ഞ ഞാൻ പെട്ടു. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയാലോ? എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നും ഇല്ല. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ, കുറെ സമയമായിട്ട് കളിയാക്കണ്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix their problem. ഈ CJP സമരത്തെ പറ്റി മകളുടെ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചതും അത് വിസ്മയ പറഞ്ഞതും. സ്വാഭാവികമായിട്ടും മോഹൻലാൽ എന്ന ആക്ടർ അപ്പുറത്തുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അദ്ദേഹം ഒരുപാട് ചിന്ത. ഞാൻ ഇതേ അഭിപ്രായത്തിലുള്ള ആളാണ്. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണെന്ന്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ, ഒന്നും പറയാതിരിക്കാനേ. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നരകച്ചരഴിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. എനിക്ക് എന്തിന്റെ കേടായിരുന്നു. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ഫ്രീഡം ഓഫ് തോട്ട്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ. അപ്പോൾ ഈ ഫ്രീഡം ഓഫ് തോട്ട് കൊടുക്കുമ്പം നീ ആലോചിച്ചാൽ മതി, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. സോ വെൻ യു ഗിവ് ദം ഫ്രീഡം ഓഫ് തോട്ട്, ദേ വിൽ ഹാവ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ. എല്ലാരും വിളിച്ചു.